വശത്തിൻ്റെ വികസനങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ജനങ്ങൾ ഇനിയും മനസ്സിലാക്കും. ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കും. നിശബ്ദ പ്രചരണ ദിവസമാണ് നിലമ്പൂരിൽ. രണ്ട് മുന്നണികളും സജീവ പ്രവർത്തനത്തിലാണുള്ളത്. നിശബ്ദ പ്രചരണമാണെങ്കിൽ അവരുടെ പ്രചരണത്തിൽ ഒട്ടും കുറവ് വരുന്നില്ല. വീട് വീടാന്തരം കേടി വോട്ട് തേടാനുള്ള തിരക്കിലാണ് രണ്ട് മുന്നണികൾ. ഇപ്പോൾ LDFിൻ്റെ ആൾക്കാരാണ് നമ്മോട് കൂടിയുള്ളത്. നേരത്തെ UDFിൻ്റെ നമ്മൾ കണ്ടു അവർ വീട് കയറുന്നത്. ഇപ്പോൾ LDFിൻ്റെ സ്വാഭാവികമായിട്ടും അവരും കൂട്ടത്തോടെ വീടുകൾ കയറി വോട്ട് തേടുകയാണ്. നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം, എങ്ങനെയുണ്ട് ആൾക്കാരുടെ അവസാനഘട്ട നിശബ്ദ പ്രചരണത്തിലൊക്കെ ആൾക്കാരുടെ ഒരു ഫീൽ എങ്ങനെയുണ്ട്? വീട്ടിലേക്ക് കയറുമല്ലേ നിങ്ങൾ? വീട്ടിലേക്ക് എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ് പൊതുവെ കിട്ടുന്നത്. അതായത് ഇപ്പോൾ 3 മുന്നണികളിൽ ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വികസനങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ജനങ്ങൾ ഇനിയും മനസ്സിലാക്കും. ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കും. അതാണ് നമ്മളെ പ്രതീക്ഷയും ആത്മവിശ്വാസം. എങ്ങനെയുണ്ട് ഈ നിശബ്ദ പ്രചരണ ദിവസം? എങ്ങനെയുണ്ട് നിശബ്ദ പ്രചരണം? ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മൊത്തം വീടുകൾ കവർ ചെയ്തു. ഏകദേശം തീരാറായി. കാലത്ത് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു അനുകൂല തരംഗത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കാരണം ഒരു 10-20 ദിവസമായിട്ട് നടക്കുന്ന ഫീൽഡ് പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്രാം ഘട്ടമാണ്? ഇപ്പോൾ വനിതകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? വനിതകൾ കുഴപ്പമില്ല, എല്ലാവരും അനുകൂലമാണ് പറയുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു 4-5 റൗണ്ടായി കയറുന്നു. എം സ്വരാജ് ഇവിടെ ജയിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും ജയിക്കും. ഒരു വോട്ട് തേടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അവരുടെ പ്രവർത്തനത്തെ നമ്മൾ എന്തായാലും ബുദ്ധിമുട്ടിക്കുന്നില്ല. അവർ എല്ലാ വീടുകളും കയറി അവസാനഘട്ട വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് അവർ എടുത്തിട്ടുള്ള തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോ വീട് കയറി ചിഹ്നം നൽകുക, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ബാലറ്റ് പെട്ടിയിൽ എത്രാമത്തെയാണ് ഇത് ഉള്ളത് എന്നുള്ളത് കാണിക്കുക. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ബാലറ്റ് പെട്ടിയിൽ 3-ാം സ്ഥാനത്താണ്. 3-ാമത്തെ പേരായിട്ടാണ് എം സ്വരാജിൻ്റെ പേരുള്ളത്. ഇങ്ങനെ വീട്ടിൽ കയറി 3-ാമത്തെ നമ്പറിൽ വോട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത് വോട്ട് ചെയ്യുമ്പോൾ അതെ, വോട്ട് ചെയ്യുമ്പോൾ സൗണ്ട് കേട്ടു. ഞാൻ നിലമ്പൂരിൽ വോട്ടറല്ലെങ്കിൽ ഒരു വോട്ട് എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഓരോ വീടുകളും കയറി വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് ഉള്ളത്. അത് കൂട്ടത്തോടു കൂടി ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാരും എത്തുന്നുണ്ട്. അവസാനഘട്ടത്തിലാണ് ചിഹ്നം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നമ്മൾ മൂന്നാമതാണ് നമ്മൾ ചിഹ്നം കിടക്കുന്നത്. അതിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇവിടെ ഗ്രീൻ ആയിരിക്കും. നമ്മളിവിടെ പ്രസ് ചെയ്താൽ മതി. കേട്ടോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വരാറുണ്ടല്ലേ? വരാറുണ്ട്. വോട്ട് ആർക്ക് ചെയ്യണം നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. വെച്ചതാ. അതെ അല്ലേ? എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചരണമൊക്കെ മൊത്തത്തിൽ കണ്ടിട്ട് എന്ത് തോന്നി? ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെ നടന്നു. അതെല്ലേ? പ്രതീക്ഷ തന്നെയാണ്. അതെല്ലേ? അങ്ങനെ വലിയ ആവേശം ഇടത് ക്യാമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കൂട്ടത്തോടെ ഇറങ്ങി എന്തായാലും നേതാക്കന്മാരെല്ലാം പോയെങ്കിലും അണികൾക്കൊരു വിശ്രമവും ഇല്ല. അവർ നാളെ വൈകുന്നേരം 6 മണി വരെ അവർ ഈ പണിയിൽ തന്നെ ആയിരിക്കും. അതാണ് നമുക്ക് നിലമ്പൂരിലെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച.